രാഹുൽ ഗാന്ധി തന്നെയാണോ ഇത്? ഇരുത്തം വന്ന പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുന്നു രാഹുൽ. പപ്പു എന്ന് വിളിച്ച് എതിരാളികൾ പരിഹസിച്ച രാഹുൽ സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുകയാണ്. തിങ്കളാഴ്ച ലോക്സഭയിൽ സർക്കാരിനെയും BJPയെയും രാഹുൽ കടന്നാക്രമിച്ചു. ആരെയും ഭയപ്പെടുന്നില്ലെന്നും രാഹുൽ പ്രഖ്യാപിച്ചു. ശിവന്റെ ചിത്രം ഉയർത്തിയാണ് രാഹുൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പ്രതിപക്ഷം ആരെയും ഭയപ്പെടുന്നില്ല, സത്യമാണ് ആയുധം, രാഹുൽ സഭയിൽ പ്രഖ്യാപിച്ചു. शिव जी कहते हैं सर देखिए मेरा वो हटा दिया आपने सर, वो देखिए सर हटा दिया, कैमरा से हटा दिया, चेहरा देखिए सर, देखिए वापस आ गया सर, हटाओ सदस्य, ये देखो एक मिनट देखा सर आप, एक मिनट ശിവന്റെ ചിത്രം മാത്രമല്ല, ഗുരുനാനാക്കിന്റെ ചിത്രവും ഇസ്ലാം മത ചിഹ്നങ്ങളും രാഹുൽ പ്രദർശിപ്പിച്ചു. രാഹുലിനെ എതിർത്ത് പ്രതിപക്ഷവും രംഗത്ത് വന്നതോടെ സഭയിൽ ബഹളമായി. ഇന്ത്യ എന്ന ആശയത്തെ BJP ആക്രമിക്കുകയാണ്. BJPയുടെ ആശയത്തെ എതിർക്കുന്നവരെ മുഴുവൻ ആക്രമിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭരണഘടനയ്ക്കെതിരെ തുടർച്ചയായ ആക്രമണം ഉണ്ടായി. ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ജനം എതിർത്തു. ദരിദ്രരും ദളിതരും ന്യൂനപക്ഷങ്ങളും രാജ്യത്ത് ആക്രമിക്കപ്പെടുകയാണ്. പ്രതിപക്ഷത്തിരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് രാഹുൽ പറഞ്ഞു. ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നം. ദൈവവുമായി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും മോദിയെ രാഹുൽ പരിഹസിച്ചു. ഗാന്ധിജിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു സിനിമയാണെന്നാണ് മോദി പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ അജ്ഞതയുണ്ടോ? രാഹുൽ ചോദിച്ചു. BJP അംഗങ്ങൾ ഭരണഘടന എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ജനങ്ങളും ഞാനും ആക്രമിക്കപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത്. 55 മണിക്കൂർ ED ചോദ്യം ചെയ്തത് ഞാൻ ആസ്വദിച്ചു. ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു. രാഹുലിന്റെ പരാമർശത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു. ഹിന്ദുക്കളെ അക്രമികളെന്ന് രാഹുൽ വിളിച്ചെന്നും അത് ഗൗരവതരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഹുൽ മാപ്പ് പറയണമെന്നും അഭയമുദ്രയെപ്പറ്റി പറയാൻ രാഹുലിന് അവകാശമില്ലെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. അയോധ്യ എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് ഓഫ് ചെയ്തെന്നും മൈക്കിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്നും സ്പീക്കറോട് രാഹുൽ ചോദിച്ചു. എന്നാൽ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ലെന്നായിരുന്നു സ്പീക്കറുടെ പ്രതികരണം. അയോധ്യയിൽ മത്സരിക്കാൻ മോദി ആലോചിച്ചു, എന്നാൽ തോൽക്കുമെന്ന് കരുതി പിന്മാറി. രാമക്ഷേത്രം പണിതിട്ടും അയോധ്യയിൽ BJP തോറ്റു. അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അദാനിയും അംബാനിയും ഉണ്ടായിരുന്നു, എന്നാൽ അയോധ്യ നിവാസികൾ ഉണ്ടായിരുന്നില്ല. BJP ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല, രാഹുൽ പറഞ്ഞു. സംസാരിക്കുമ്പോൾ സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്നും നിയമപ്രകാരം സംസാരിക്കണമെന്നും രാഹുലിനോട് സ്പീക്കർ പറഞ്ഞു. രാഹുലിന്റെ പരാമർശങ്ങൾക്കെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുകയും ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്തു. രാഹുലിന്റെ മാറ്റം പ്രകടമാണ്. മോദിയെയും BJPയെയും ഉന്നമിട്ടാണ് രാഹുലിന്റെ ആക്രമണം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്ന് സ്വന്തം പാർട്ടിക്കാർ പോലും രാഹുലിനെക്കുറിച്ച് പരാതി പറഞ്ഞു. രാജ്യം നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം. കഴിഞ്ഞ 10 വർഷം സഭയിൽ പ്രതിപക്ഷത്തെ നോക്കുകുത്തിയാക്കിയ BJP ഇപ്പോൾ ശരിക്കും വെള്ളം കുടിക്കുകയാണ്.